ഗുഡ് മോർണിംഗ് ഓൾ. രാമകൃഷ്ണൻ ടി ബി എം ഡി ആൻഡ് CEO ഓഫ് ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് ആണ്. ഇന്നലത്തെ F&O സെഗ്മെൻറ്റിലെത്തുള്ള ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഹ്യൂജ് ഷോർട്ട് കവറിംഗ് ആണ് ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ നടന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മെയ് സീരീസിലെ ധാരാളം F&O കോൺട്രാക്റ്റുകളിലെ ലോട്ട് സൈസ് പകുതിയാവുകയാണ്. ഒപ്പം നിഫ്റ്റിയുടെ ലോട്ട് സൈസും 50 നിന്ന് 25 ആവുകയാണ്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റും ഉണ്ട്. കാരണം ലോട്ട് സൈസ് താഴെ വരുമ്പോൾ കൂടുതൽ ഇൻവെസ്റ്റേഴ്സിന് കുറവ് മാർജിൻ കൊടുത്തുകൊണ്ട് ഈ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലൊക്കെ ട്രേഡ് ചെയ്യാൻ സാധിക്കും. ഒപ്പം നമ്മുടെ ഇലക്ഷൻ റിസൾട്ടിന് മുമ്പുള്ള കോൺട്രാക്റ്റാണ് മെയ് സീരീസ്. അതുകൊണ്ട് തന്നെ ഇലക്ഷൻ റിസൾട്ട് അടുക്കുന്തോറും മാർക്കറ്റ് മുന്നോട്ട് നീങ്ങും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റും ഇന്നലത്തെ ഷോർട്ട് കവറിങ്ങിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ ഇൻഡിക്കേഷൻ വെച്ചിട്ട് നിഫ്റ്റി ഒരു പക്ഷേ 23,000 ക്രോസ് ചെയ്യാനുള്ള സാധ്യതകളാണ് അടുത്ത ദിവസങ്ങളിൽ കാണുന്നത്. വലിയ രീതിയിലുള്ള നെഗറ്റീവ് ന്യൂസ് ഫ്ലോസും വൊളാറ്റിലിറ്റി ഒന്നും ഗ്ലോബൽ മാർക്കറ്റുകളിൽ ഉണ്ടായില്ലെങ്കിൽ നിഫ്റ്റി മുന്നേറാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. ഒപ്പം സെൻസസും മുന്നേറാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. ഇനി നമ്മൾ ഇന്നലത്തെ അമേരിക്കൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ വളരെ വീക്കായിട്ടാണ് ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിൽ ഓപ്പൺ ചെയ്തത്. പക്ഷേ ടുവേഴ്സ് എൻഡ് കുറേയൊക്കെ റിക്കവർ ചെയ്തിട്ടുണ്ട്. ഒപ്പം ടെക്നോളജി സ്റ്റോക്കുകളിൽ ഇന്നലെ നോക്കുകയാണെങ്കിൽ ടെസ്ലയും അതുപോലെ തന്നെ ആപ്പിളും NVIDIAയൊക്കെയാണ് ബെറ്ററായിട്ട് നോർമൽ ട്രേഡിംഗ് അവേഴ്സിൽ ബെറ്ററായിട്ട് ക്ലോസ് ചെയ്തിരുന്നത്. പക്ഷേ ആഫ്റ്റർ അവേഴ്സിൽ എല്ലാ ടെക്നോളജി സ്റ്റോക്കുകളും ബെറ്ററായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. IBMൻ്റെ റിസൾട്ട് മോശമായിരുന്നു. Q1 റിസൾട്ട് മോശമായിരുന്നു. IBM 8% താഴെയാണ് ഇന്നലെ ട്രേഡിംഗ് അവേഴ്സിൽ ക്ലോസ് ചെയ്തത്. ഒപ്പം ഇൻ്റലിൻ്റെയും Q1 റിസൾട്ട് മോശമായിരുന്നു. ഇൻ്റലും 8% താഴെയാണ് ക്ലോസ് ചെയ്തിരുന്നത്. പക്ഷേ ആൽഫബറ്റ് 12% ബെറ്ററായിട്ടാണ് ആഫ്റ്റർ അവേഴ്സിൽ ട്രേഡ് ചെയ്യുന്നത്. ഒപ്പം മൈക്രോസോഫ്റ്റ് അറൗണ്ട് 5% ബെറ്ററായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ബെറ്റർ ദാൻ എക്സ്പെക്ട് റിസൾട്ടാണ്. ആൽഫബറ്റ് ആദ്യമായിട്ട് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് 20 സെൻസ് പെർ ഷെയർ ആണ്. അപ്പോൾ ആൽഫബറ്റിൻ്റെ സ്റ്റോക്ക് പ്രൈസ് ഇന്ന് പുതിയ 52 വീക്ക് റെക്കോർഡ് ഹൈ ഹിറ്റ് എന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. അതോടൊപ്പം തന്നെ അമേരിക്കയിലത്തെ Q1 GDP പ്രൈമറി എസ്റ്റിമേറ്റ് വന്നിരുന്നു. 1.6% ആണ് എക്സ്പെക്ട് ചെയ്തേക്കാളും താഴെയാണ്. പക്ഷേ GDP പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് GDPയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെയും ഒരു വർഷത്തിലുണ്ടായിട്ടുള്ള പ്രൈസ് ചേഞ്ചിനെ ആസ്പദമാക്കിയിട്ടുള്ളൊരു ഇൻഡെക്സ് ആണ്. ഈ ഡാറ്റ വന്നിരിക്കുന്നത് സ്ലൈറ്റ്ലി എബവ് എക്സ്പെക്റ്റേഷൻ ആണ്. അതുകൊണ്ട് അമേരിക്കയിൽ ഇൻഫ്ലേഷൻ വീണ്ടും കൂടും. ആ ഒരു തിങ്കിങ്ങിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് ഇന്നലെ വലിയ രീതിയിലുള്ള വൊളാറ്റിലിറ്റി അമേരിക്കൻ മാർക്കറ്റിൽ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇന്ന് ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് Q1 റിസൾട്ടുകളുടെ ഒരു ഇമ്പാക്റ്റ് അമേരിക്കൻ മാർക്കറ്റിൽ ഉണ്ടാകുന്നുള്ള എക്സ്പെക്റ്റേഷനാണ് കാണുന്നത്. ഒപ്പം നമ്മൾ യൂറോപ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഓൾമോസ്റ്റ് എല്ലാ മാർക്കറ്റുകളും വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തത്. ഏഷ്യൻ മാർക്കറ്റുകൾ ഇന്നലെ ബെറ്ററായിരുന്നു. നമ്മളും ബെറ്ററായിരുന്നു. അതോടൊപ്പം തന്നെ കമോഡിറ്റികളെല്ലാം തന്നെ ഇന്നലെ ബെറ്ററായിരുന്നു. ഗോൾഡ് ഇന്ന് ട്രേഡ് ചെയ്യുന്നത് ജൂൺ ഫ്യൂച്ചേഴ്സ് $2,347.5 പെർ ബാരൽ ഔൺസിനാണെന്ന് മോർണിംഗിൽ. ബ്രന്റ് ക്രൂഡ് ഓയിൽ $89.4 പെർ ബാരലിനാണ്. അതുപോലെ തന്നെ കോപ്പർ പുതിയ 2 ഇയർ ഹൈയിലാണ് ഇന്ന് ട്രേഡ് ചെയ്യുന്നത്. മറ്റ് മെറ്റൽ ഫ്യൂച്ചേഴ്സ് എല്ലാം തന്നെ ബെറ്ററായിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. മറ്റ് ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഇൻഡിക്കേഷനാണ് ഇന്നലെ അനൗൺസ് ചെയ്തിട്ടുള്ള Q4 റിസൾട്ടുകൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നെസ്ലെ, ബജാജ് ഫിനാൻസ്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, UTI AMC, ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽസ്, സെൻസാർ ടെക്നോളജീസ്, KPI ഗ്രീൻ എനർജി, ഈ സ്റ്റോക്കുകളൊക്കെ ഈ കമ്പനികളൊക്കെ എക്സലൻറ്റ് Q4 റിസൾട്ടുകളാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് കണ്ടേക്കാം. അതുപോലെ തന്നെ ജയ് ബാലാജി ഇൻഡസ്ട്രീസ് DI പൈപ്പുകളും സ്പെഷ്യൽ ഗ്രേഡ് ഫെറാലോയ്സും ഉണ്ടാക്കുന്നൊരു കമ്പനിയാണ്. എക്സ്പോർട്സാണ് അവരുടെ മേജറായിട്ടുള്ള റവന്യൂ ഏണിങ്സ് മോഡലായിട്ട് അവർ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും റിസൾട്ട് വന്നിരിക്കുന്ന എക്സലൻറ്റ് റിസൾട്ടാണ്. നല്ല രീതിയിൽ മുന്നേറിയിട്ടുള്ളൊരു സ്റ്റോക്കാണ്. വീണ്ടും മുന്നേറ്റം കാണാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ 3 660 മെഗാവാട്ട്സിൻ്റെ തെർമൽ പ്ലാന്റുകൾ UPയിൽ ഇനാഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. പോസിറ്റീവാണ്. PG ഇലക്ട്രോപ്ലാസ്റ്റ് പുതിയ AC മാനുഫാക്ചറിങ് യൂണിറ്റ് രാജസ്ഥാനിൽ കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. പോസിറ്റീവാണ്. റെയിൽവേ റിലേറ്റഡ് കമ്പനിയാണ് റൈറ്റ്സ്. MOU സൈൻ ചെയ്തിട്ടുണ്ട് അൾട്രാടെക് ആയിട്ട്. കൺസൾട്ടൻസി സർവീസിനാണ് റെയിൽ ഇൻഫ്രാ പ്രൊജക്റ്റുകൾക്ക് വേണ്ടി. പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്.
അതുപോലെ തന്നെ ഐനോക്സ് വിൻഡ് എനർജി 3:1 ബോണസ് ഷെയർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഷെയറിന് 3 ഷെയർ വെച്ച് ബോണസ് ഇഷ്യൂ കിട്ടും. പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ITCയുടെ EGM വരുന്നത് റെക്കോർഡ് ഡേറ്റ് ഫിക്സ് ചെയ്യാനായിട്ടും കൂടിയുള്ള ഒരു ഇവൻ്റായിട്ട് മാറും. 1:10 ആണ് ITCയുടെ ഡീമർജർ റേഷ്യോ വരുന്നത്. അതായത് 100 ഷെയറുള്ള ഇൻവെസ്റ്റേഴ്സിന് 10 ഷെയർ ITC ഹോട്ടൽസിൻ്റെ കിട്ടും. ഇതാണ് റേഷ്യോ വരുന്നത്. ജൂൺ 6 ഇതിൻ്റെ EGM വരുന്നത്. അതിന് ശേഷമാണ് ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റുകൾ അനൗൺസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓവറോൾ ഇന്ന് വരുന്ന ന്യൂസുകളെല്ലാം തന്നെ പോസിറ്റീവാണ്. പ്രത്യേകിച്ച് ടാറ്റ സ്റ്റീലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ UK-യിലത്തെ 2 ബ്ലാസ്റ്റ് ഫർണസ് മാറ്റി അവർ ഇലക്ട്രിക് ഫർണസിലേക്ക് മാറുകയാണ്. അത് വളരെയധികം കോസ്റ്റ് സേവിങ് ആണ്. അതോടൊപ്പം തന്നെ ESG കംപ്ലൈൻറ്റും കൂടിയാണ്. ഇപ്പോൾ ടാറ്റ സ്റ്റീലിനെ സംബന്ധിച്ച് ന്യൂസ് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഓവറോൾ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസുകളെല്ലാം പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ അഡാനി പോർട്ടിന് ഇന്ത്യയിലത്തെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടായിട്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടിയിരിക്കുകയാണ്. ട്രാൻസ്ഷിപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഷിപ്പുകളിൽ തമ്മിലുള്ള കമ്മോഡിറ്റീസും കണ്ടെയ്നേഴ്സും ചേഞ്ച് ചെയ്തുകൊണ്ടുള്ള ഒരു മെക്കാനിസമാണ് ട്രാൻസ്ഷിപ്മെൻറ്റ്. അപ്പോൾ ഒരു ഷിപ്പ് വന്നു കഴിഞ്ഞാൽ വേറൊരു ഷിപ്പിലേക്ക് ഷിപ്മെൻറ്റ് മാറ്റി ആ ഷിപ്പുകൾക്ക് വീണ്ടും അവരുടെ വോയേജ് കണ്ടിന്യൂ ചെയ്യാനുള്ള സംവിധാനം ഒരുക്കുന്ന പോർട്ടുകൾ ഇന്ത്യയിലില്ല. ആദ്യമായിട്ട് അഡാനി പോർട്ടിനാണ് അതിൻ്റെ അപ്രൂവൽ കിട്ടിയിട്ടുള്ളത്. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അടുത്ത 6 മാസത്തിനുള്ളിൽ ഇത് വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണുള്ളത്. വളരെ പോസിറ്റീവായ ന്യൂസാണ്. ഇപ്പോൾ നമ്മുടെ ട്രാൻസ്ഷിപ്മെൻറ്റൊക്കെ നടക്കുന്ന 75% നടക്കുന്ന കൊളംബോ, സിംഗപ്പൂർ തുടങ്ങിയ പോർട്ടുകളിലൊക്കെയാണ്. അതോടൊപ്പം തന്നെ ധാരാളം ബിസിനസ്സും അഡാനി പോർട്ടിൽ വരുന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. അപ്പോൾ ഓവറോൾ ഈ ന്യൂസ് അഡാനി പോർട്ടിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഇനി നമ്മൾ ഇലക്ഷൻ റിലേറ്റഡ് അതുപോലെ തന്നെ ബഡ്ജറ്റ് റിലേറ്റഡ് സെക്ടേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ റെയിൽവേ സെക്ടർ നല്ല രീതിയിൽ ഇന്നലെ മുന്നേറിയിട്ടുണ്ട്. ഇനി ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ മുന്നേറാൻ സാധ്യതയുള്ള ഇൻഷുറൻസ് റിലേറ്റഡ് സ്റ്റോക്കുകളായിരിക്കാം. അതിൽ മുന്നിട്ട് നിൽക്കാൻ പോകുന്നത് SBI ലൈഫ് ഇൻഷുറൻസ് ആണ്. അപ്പോൾ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റേഴ്സ് SBI ലൈഫ് ഇൻഷുറൻസ് ഡെലിവറി ബേസിൽ വാങ്ങി വയ്ക്കുന്നതെന്നായിരിക്കും. ഒപ്പം അഡാനി പോർട്ട് ഡെലിവറി ബേസിൽ വാങ്ങി വയ്ക്കുന്നത് നല്ലൊരു ഡിസിഷനായിരിക്കും. ഡെലിവറി ബേസ്ഡ് ട്രേഡ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നത് നന്നായിരിക്കും. മാർക്കറ്റ് താഴെ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നല്ല വോളാറ്റിലിറ്റി നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. ഒപ്പം മാർക്കറ്റിൽ മുന്നോട്ടുള്ള ഓരോ ഹയർ ലെവലിലും കുറേയൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.